വിളംബര ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പൂരപ്രേമികളുടെ ആവേശം അത് വാനോളം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഗജവീരൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് എഴുന്നള്ളിയതോടുകൂടി വലിയ ആവേശത്തിലേക്ക് തൃശ്ശൂർ പൂരം പ്രേമികളെത്തുന്നു. ഇനിയുള്ള ചടങ്ങുകൾ, ഇനിയുള്ള ദിവസങ്ങൾ അത് പൂരത്തിന് സമാപ്തിയാവുന്നതുവരെ അത് തുടരുകയും ചെയ്യും. ഈ രീതിയിൽ സൂരജ് സജി നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. സൂരജ് സജി, അങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ വിളംബര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂരാവേശം അത് ഏറ്റവും കൊടുമുടിയിലേക്ക് എത്തുന്നു എന്ന് പറയാം. അങ്ങനെ വലിയ ആവേശത്തിൽ, ആഘോഷത്തിലാണ് പൂരപ്രേമികൾ. അവിടെ എന്താണ് അവിടുത്തെ ആംബിയൻസ്? മനസ്സിൽ തൃശ്ശൂരുകാർ പൂരപ്രേമികൾ ഇതൊരു പൂരവിളംബരമായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവരെ സംബന്ധിച്ച് തെക്കേ ഗോപുരവാതിൽ തുറന്ന് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി പുറത്തിറങ്ങിയാൽ അതോടുകൂടി തൃശ്ശൂർ പൂരത്തിന് തുടക്കമായി, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ വിളംബരത്തിന് തുടക്കമായി എന്നുള്ളതാണ് അവർ സങ്കല്പിക്കുന്നത്. അങ്ങനെ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി എറണാകുളം ശിവകുമാർ നെയ്തലക്കാവമ്മയുടെ തിടമ്പുവെറ്റി തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വലിയ ജനാരവം ആർപ്പു വിളിക്കുന്നുണ്ടായിരുന്നു. എറണാകുളം ശിവകുമാറിന് വലിയ ആർപ്പുവിളികളോടുകൂടി വലിയ രീതിയിൽ ശബ്ദമുയർത്തി അവർ ജനാരവത്തോടുകൂടി അവർ നെയ്തലക്കാവമ്മയെ വരവേറ്റു. നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര വാതിലിലൂടെ വരുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ ജനസാഗരത്തിന് നടുവിലൂടെ കടന്നു വരാനുള്ള ഒരു പ്രയാസം, അതിന് വഴിയൊരുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. അത്രമാത്രം ആളുകൾ ഈ മേഖലയിൽ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. പൂര ദിവസം ഉള്ളതുപോലെയല്ല ഈ അതായത് പൂര വിളംബര ദിവസം ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഇവർക്ക് തൊട്ടടുത്ത് നിന്ന് നെയ്തലക്കാവമ്മയെ തൊഴാം, എറണാകുളം ശിവകുമാറിനെ കാണാം. അതുകൊണ്ട് തന്നെ ഈ എറണാകുളം ശിവകുമാറിന് മുഴുവൻ ജനങ്ങൾ വളഞ്ഞിരിക്കുന്നു. ഒരു ജനസാഗരത്തിന് നടുവിലൂടെയാണ് നെയ്തലക്കാവമ്മയും ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഇവർക്ക് തൊട്ടടുത്ത് നിന്ന് നെയ്തലക്കാവമ്മയെ തൊഴാം, എറണാകുളം ശിവകുമാറിനെ കാണാം. അതുകൊണ്ട് തന്നെ ഈ എറണാകുളം ശിവകുമാറിന് മുഴുവൻ ജനങ്ങൾ വളഞ്ഞിരിക്കുന്നു. ഒരു ജനസാഗരത്തിന് നടുവിലൂടെയാണ് നെയ്തലക്കാവമ്മയും അതുപോലെ തന്നെ എറണാകുളം ശിവകുമാറും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ പതിയെ മാറ്റി അതിന് നടുവിലൂടെ ചെറിയ രീതിയിൽ, അതായത് വലിയ വേഗത്തിൽ സാധാരണ നിലയിൽ പോലും പോകുന്നത് പോലെ പോകാൻ കഴിയാത്ത അത്ര പതിയെയാണ് ഇപ്പോൾ നിലവിൽ ഈ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ പോയിക്കൊണ്ടിരിക്കുന്ന. അത്രമാത്രം ജനസാഗരം, അത്രമാത്രം തിരക്ക് ഈ തെക്കേ ഗോപുര നടയിൽ അനുഭവപ്പെടുന്നു. ഒരു പൂരക്കാലത്തിലേക്ക് അങ്ങനെ തൃശ്ശൂർ കടന്നിരിക്കുന്നു. 3 തവണ ശംഖ് വിളിച്ച് നിലപാട് തറയിൽ പൂരവിളംബരം നടത്തുന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ പൂരനഗരി തൃശ്ശൂർ പൂരത്തിലേക്ക് കടക്കും. പിന്നീടുള്ള 36 മണിക്കൂറുകൾ, നാളെ തുടങ്ങി 36 മണിക്കൂറുകൾ നീളുന്ന പൂരം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഇന്ന് നെയ്തലക്കാവിലമ്മ വടക്കനാഥൻ സന്നിധിയിൽ തുടരും. ആ സമയത്ത് ചെറുപൂരമുണ്ട്. പക്ഷെ നാളെ കണിമംഗലം ശാസ്താവിന്റെ വരവോടുകൂടി കടകപൂരങ്ങളെല്ലാം ഇങ്ങോട്ടേക്കെത്തും. പിന്നാലെ തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് കടക്കും. ഇലഞ്ഞിത്തറ മേളം തുടങ്ങി, തെക്കോട്ടിറക്കം, കുടമാറ്റം തുടങ്ങി അങ്ങനെ സസ്പെൻസുകൾ നീളും. എന്തായിരിക്കും സസ്പെൻസ് എന്നാണ് ഇനി അടുത്ത ത്രില്ലർ. ആ സസ്പെൻസിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് ഈ വർഷം ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രജിൻ. ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന ഇലഞ്ഞിത്തറയിലെ ഇലഞ്ഞി അത് പൂത്തു നിൽക്കുന്ന വർഷമാണ്. അതായത് ഇലഞ്ഞിത്തറയിലെ ഇലഞ്ഞി പൂത്തിട്ടുണ്ടെങ്കിൽ ആ വർഷം പൂരം കെങ്കേമമാകും എന്നുള്ളതാണ് ഈ പഴമക്കാർ പറയുന്നത്. ഇക്കുറി അതുകൊണ്ട് തന്നെ ഇലഞ്ഞി പൂത്തതുകൊണ്ട് പൂരം കെങ്കേമമാകുമെന്ന വിശ്വാസത്തിലാണ് പൂരപ്രേമികൾ. എന്തായാലും ഒരു പൂരവിളംബരം, അതിന്റെ ആവേശത്തിലാണ് തൃശ്ശൂർ ഉള്ളത്. സൂര്യ തുടരുക. തൃശ്ശൂർ നഗരം ഒന്നാകെ പൂരത്തിലാണ്, പൂരാവേശത്തിലാണ് എന്ന് പറയാം. പൂരത്തിൽ അലിയുകയാണ് ഓരോരുത്തരും എന്ന് പറയാം. അങ്ങനെ പൂരപ്രേമികളുടെ മനസ്സ് നിറച്ചുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം ശിവകുമാർ ഈ തിടമ്പേറ്റി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ എന്ന ഗജവീരൻ മുന്നോട്ട് നീങ്ങുകയാണ്. വടക്കുന്നാഥനെ ലക്ഷ്യമാക്കിയാണ് ഈ പോക്ക്. അവിടെ ഇന്ന് തുടരുകയും ചെയ്യും. പിന്നീട് നാളെ രാവിലെ തൊട്ടാണ് ഈ ചെറു ഘടകപൂരങ്ങളുടെ വരവ് തൃശ്ശൂർ പൂരം നഗരിയിലേക്ക് ഉണ്ടാവുക. അങ്ങനെ വരുന്നതോടുകൂടി പൂരം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തും. ആ സമയത്ത് നടക്കുന്ന ചടങ്ങുകൾ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഇലഞ്ഞിത്തറ മേളമാണ്. നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ ഇത്തവണ ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത് ഇലഞ്ഞി പൂത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അങ്ങനെ ഇത്തവണ അതുകൊണ്ട് തന്നെ വലിയ ആവേശം എല്ലാ പൂരപ്രേമികൾക്കുമുണ്ട്. അത് നേരിൽ കണ്ട് ആസ്വദിക്കാൻ എത്തുമെന്ന ഉറപ്പിലാണ് ഓരോരുത്തരും ഉള്ളത്. സൂരജ് തുടങ്ങുന്നുണ്ട്. സൂരജ്, നമുക്കിനിയുള്ള ചടങ്ങുകൾ, ഇപ്പോൾ ഈ നെയ്തലക്കാവിലമ്മയുടെ ഈ തിടമ്പേറ്റി ഈ ഗജവീരൻ മുന്നോട്ട് നീങ്ങുന്നു. ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? വടക്കുന്നാഥനിലേക്ക് പോകണം, അവിടെ പ്രദക്ഷിണം വെക്കണം, അങ്ങനെയുള്ള ചടങ്ങുകൾ ഇനി ബാക്കിയില്ലേ?
പ്രജിൻ ഇനി പോകുന്നത് നിലപാട് തറയിലേക്കാണ് നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഗജവീരൻ എറണാകുളം ശിവകുമാർ പോകുന്നത്. ഈ നിലപാട് തറയിലെത്തി ശക്തൻ തമ്പുരാനെ മനസ്സിൽ സങ്കല്പിച്ച ഈ പൂരത്തിന് അനുമതി തേടുകയാണ്. അതായത് വടക്കുംനാഥനോട് അനുമതി തേടി, അങ്ങനെ ഇനി ഒടുവിൽ അനുമതി തേടേണ്ടത് ഈ പൂരം തുടങ്ങി വെച്ച ശക്തൻ തമ്പുരാനോടാണ്. അങ്ങനെ ശക്തൻ തമ്പുരാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ നിലപാട് തറയിലെത്തി 3 തവണ ശംഖു വിളിക്കും. അങ്ങനെ ശംഖു വിളിച്ചുകൊണ്ട് ഈ നിലപാട് തറയിൽ പൂര വിളംബരം നടത്തും. അതോടുകൂടി മാത്രമാണ് ഈ പൂര വിളംബരത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഈ നെയ്തലക്കാവമ്മയും ഈ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഈ ഗജവീരൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥനിലേക്ക് മടങ്ങുക. പിന്നീട് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തന്നെ തുടരും. വൈകുന്നേരം ചെറുപൂരമുണ്ട്. ഈ ചെറുപൂരം എല്ലാം കഴിഞ്ഞ് രാത്രിയോടുകൂടി മാത്രമാണ് നെയ്തലക്കാവിലേക്ക് മടങ്ങുകയുള്ളൂ. വീണ്ടും നാളെ രാവിലെ തിരിച്ചു വരും. പക്ഷേ നാളെ രാവിലെ വരിക, ഇന്ന് പൂരവിളംബരത്തിന് എത്തിയത് നെയ്തലക്കാവിൽ അമ്മയാണെങ്കിൽ നാളെ പക്ഷെ ആദ്യം എത്തുക കണിമംഗലം ശാസ്താവായിരിക്കും. കണിമംഗലം ശാസ്താവ് എത്തിയാണ് ആദ്യം ഈ ക്ഷേത്രത്തിനകത്ത്. അപ്പോൾ ഓരോ ചടങ്ങുകൾക്കും ഇതിന്റെ പ്രാധാന്യമുണ്ട്. നിലപാട് തറ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ ഈ പോക്ക്. അങ്ങനെ ഓരോ ചടങ്ങുകളും ആസ്വദിക്കുകയാണ് പൂരപ്രേമികൾ. അതിന്റെ ആവേശത്തിലേക്ക് തൃശൂർ പൂരം കടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. സുരസജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂർ പൂരം നഗരിയിൽ നിന്നും തത്സമയം.